കണ്ണൂർ സെൻട്രൽ ജയിലിൽ ലഹരി വസ്തുക്കളും മൊബൈൽ ഫോണും എറിഞ്ഞുകൊടുത്ത കേസിൽ രണ്ടാം പ്രതി പിടിയിലായിരിക്കുന്നു. അത്താഴക്കുന്ന് സ്വദേശി മജീഫാണ് ടൗൺ പോലീസിന്റെ പിടിയിലായത്. ഫെലിക്സ് വിവരങ്ങളുമായിട്ട്. ഫെലിക്സ്, ഇത് സ്ഥിരമായി തുടരുന്നതാണ്. എത്രയൊക്കെ ജാഗ്രതയോടെ പോലീസ് ഇരുന്നാലും ഈ സംഭവങ്ങൾ നടക്കുകയാണ്. എന്തായാലും പ്രതിയെ പിടികൂടിയിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. കാരണം കണ്ണൂർ സെൻട്രൽ ജയിലിന് പുറത്തു നിന്നും അതിനുള്ളിലേക്ക് ലഹരി വസ്തുക്കൾ മൊബൈൽ ഫോണും എറിഞ്ഞു നൽകുന്നതിനിടയിൽ കഴിഞ്ഞ ദിവസം പുതിയതൊരു പനങ്കാവ് സ്വദേശി അക്ഷയെ ടൗൺ പോലീസ് പിടികൂടിയിരുന്നു. അതിന് ശേഷമാണ് ഈ അക്ഷയെ ചോദ്യം ചെയ്യുന്നതിന് പിന്നാലെയാണ് ഇതൊരു വലിയ ലഹരി മരുന്ന് സംഘമാണ് ഈ കണ്ണൂർ സെൻട്രൽ ജയിലിനുള്ളിലേക്ക് ലഹരി മരുന്നുകളും മൊബൈൽ ഫോണും എത്തിക്കുന്നതെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ മജീഫിനെ ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. ഇത് കണ്ണൂർ നഗരത്തോട് ചേർന്ന് അത്താഴക്കുന്ന് സ്വദേശിയാണ് മജീഫ്. അവനൊരു പ്രത്യേക മുറിയിൽ ഈ ലഹരി മരുന്നുകളടക്കം സൂക്ഷിച്ചിട്ടുണ്ട്. ആ ലഹരി വസ്തുക്കളാണ് അവിടെ നിന്നും കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ മതിലിന് പുറത്തെത്തിച്ച് അവിടെ നിന്നും അകത്തേക്ക് വലിച്ചെറിയുന്നത്. ഒരു കെട്ട് ബീഡി വലിച്ചെറിഞ്ഞാൽ 400 രൂപയും ഫോൺ ഉള്ളിലേക്ക് വലിച്ചെറിഞ്ഞാൽ 1000 രൂപയടക്കം ഇവർക്ക് ലഭിക്കും എന്ന മൊഴി ആ നേരത്തെ പിടിയിലായ അക്ഷയ് നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഘത്തിലെ പ്രധാന കണ്ണിയെ തേടിയുള്ള അന്വേഷണം നടത്തുകയും ഇപ്പോൾ മജീഫ് പിടിയിലാകുകയും ചെയ്തത്. ഈ സംഘത്തിൽ കൂടുതൽ പേരുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്.